ട്രിവാൻഡ്രത്തുള്ള പ്രവീണിനെ ഞാൻ തീർത്തു. അവിടുത്തെ ഒരാളുണ്ട് ഇതേമാതിരി ഫൈനാൻസ് അയാളെ ഞാൻ തീർത്തു. അതേമാതിരി നിന്നെ ഞാൻ തീർക്കും, ഹണി ട്രാപ്പിൽ ഞാൻ നിന്നെ പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഇവൻ്റെ വോയിസ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചു. ഹണി ട്രാപ്പും ഒക്കെ വന്ന് നമ്മളെ ചിത്രീകരിച്ചിരിക്കുന്ന രീതി, ലക്ഷ്മീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ രീതിയിൽ ത്രട്ട് നടത്തി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ സ്കാമർ ഇനി ഇവിടെ സ്കാം നടത്താൻ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ലീഗലിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്നെ ഉപയോഗിച്ച ഭാഷ ഒരു രീതിയിലും ഒരു സാമൂഹ്യ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യനായിട്ട് ആയിക്കോട്ടെ, ഒരു ഡോക്ടറായിട്ട് ആയിക്കോട്ടെ, ഒരു മാന്യതയില്ലാത്ത വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ സ്ട്രീം മീഡിയ ഒരു 60 പേരുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയ ഇന്ന് 350ഓളം പേരുണ്ട്. ഈ 350 പേരും ഇവൻ്റെ ഫോട്ടോ വെച്ച് അവരുടെ കോണ്ടന്റാണത്. അവരിടുന്ന രീതി എന്താണ്? ലക്ഷ്മിക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടോ? ആരാണ് ഈ അബിലത്തെ ഇരിപ്പുറയ്ക്കുന്നില്ല. എന്താണ് അവൻ വിളിച്ചു പറഞ്ഞാൽ അബിൽ ബ്രോ നമുക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാം, കഴിയുന്ന എല്ലാം മറന്നേക്കെ, ഞാൻ ആ പൈസ തരാം, 1 മാസം സമയം വേണം. അപ്പം ഞാൻ പറഞ്ഞു നിന്നെ വിശ്വസിക്കണം, ഇമ്മീഡിയറ്റ്ലി എനിക്ക് കുറച്ച് ഫൈൻഡ് താ. അപ്പോൾ 5 ലക്ഷം രൂപ പിന്നെ അവൻ തന്നു. ആ തരുമ്പോൾ നമുക്കൊരു വിശ്വാസമായി. പിന്നെ അവൻ സമയം തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫീസ് എനിക്ക് ട്രസ്റ്റിന് വേണ്ടിയിട്ട്, അങ്ങനെ നിൻ്റെ അടുത്ത് ചെക്ക് ലീഫോ സ്റ്റാമ്പ് പേപ്പർ ഒന്നുമല്ല, ട്രസ്റ്റിന് വേണ്ടി കാരണം അവൻ വീഡിയോ എനിക്ക് തരുന്നതാ, ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, ഞങ്ങൾ കോംപ്രമൈസ് ആയിട്ടുണ്ട്, അബിൽ ബ്രോണി എത്ര പൈസ കൊടുക്കാനുണ്ട്, ആ പൈസ എൻ്റെ എവിഡൻസ് വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ ആ വീഡിയോ ആണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇവനിപ്പം ആകെ പൊളിയും എന്ന് തോന്നിയ സമയത്ത് ഇതെല്ലാം ഭീഷണിപ്പെടുത്തിയിട്ടാണ് രാജാനുവാഹമായുള്ള മനുഷ്യരെ നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലത്തോട് തന്നെ 26-ാം തീയതി വരെ നമ്മൾ ക്ഷണിച്ചു. ജൂൺ 26 എത്തി. ഇങ്ങനെ വലിഞ്ഞ് ജൂൺ 26-ന് ഇവൻ്റെ ഒരു കോളിലാണ് ഇവൻ്റെ ത്രട്ട് എനിക്ക് വരുന്നത്. ത്രട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുന്നു ട്രിവാൻഡ്രത്തുള്ള പ്രവീണിനെ ഞാൻ തീർത്തു. അവിടുത്തെ ഒരാളുണ്ട് ഇതേമാതിരി ഫൈനാൻസ് അയാളെ ഞാൻ തീർത്തു. അതേമാതിരി നിന്നെ ഞാൻ തീർക്കും, ഹണി ട്രാപ്പിൽ ഞാൻ നിന്നെ പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഇവൻ്റെ വോയിസ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചു. കാരണം വെച്ചാൽ റൂട്ട് മാറിപ്പോയി, ഈ സംഭവത്തിൻ്റെ റൂട്ട് കംപ്ലീറ്റ്ലി മാറിപ്പോയി. ഞാൻ ഫോണിൽ പിന്നെ ഞാൻ അവന് ഒരു രീതിയിലുള്ള മെസ്സേജ് അവനെ വിളിക്കാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി ഇതിന് പോകാം. കാരണം ഇതിൻ്റെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ അപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം വാട്സപ്പ് കോളാണ്. അതിൽ എവിഡൻ്റ് ആയിട്ട് അവൻ പറയുന്നുണ്ട് ഇനി മുഖ്യമന്ത്രി നിൽക്കും, ആഭ്യന്തരമന്ത്രി വി ഡി സതീശനെ ഞാൻ തീർത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. കാരണം ഇന്ന് വരെ അവനൊരു ഭീഷണി എനിക്ക് തോന്നുന്നില്ല, അവന് ഒരു രാഷ്ട്രീയം എന്താന്ന് പോലും അറിയില്ല. കാരണം അതിൻ്റെ വോയിസ് ഉണ്ട്. പാർട്ടിയിലേക്ക് വരുന്നത് ഒഫീഷ്യലി ഞാൻ പാർട്ടിയിലേക്ക് വരുന്നത് എൻ്റെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് ചെയ്യും, ഞാനും പൈസ ഉണ്ടാക്കും, ഞാൻ ബിസിനസ്സുകാരാന്ന് പറയുന്ന വോയിസ് വരെ ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രട്ട് പേടിച്ചു ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ലീഗലി മൂവ് ചെയ്യാം. ഇതേമാതിരി ഇന്നിപ്പോൾ റിപ്പോർട്ടറിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കുണ്ട്, ലീഗലി മൂവ് ചെയ്യാം, നമുക്ക് അങ്ങനെ നോക്കാം, ഇനി വരുന്നിടത്ത് വരച്ച് കേട്ടെ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ്റെ സോറി മെസ്സേജുകളൊക്കെ വന്നു. പക്ഷേ ഞാൻ അതിനൊന്നും നോക്കുന്നില്ല. പക്ഷേ പിന്നെ എന്തെന്ന് വെച്ചാൽ മദർ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബേസിക് മര്യാദ കാണിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാനത് വെയിറ്റ് ചെയ്തു. 41 കഴിയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും 41 ആയിട്ടുണ്ടാവില്ല. ഇപ്പോഴും ഇപ്പം ഇങ്ങനെ പറയുന്നതിന് വിഷമമുണ്ട്. അദ്ദേഹം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ പിന്നെ കാണുന്നത് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലും ഇവിടുത്തെ എടപ്പള്ളി കളിക്കളം ഗ്രൗണ്ടിൽ വന്നിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിനെയാണ്. ഒരു മാസം പോലും തികയാതെ പുള്ളിക്കാരൻ അതുപോലും മാർക്കറ്റ് ചെയ്ത് കാണിച്ച് പുള്ളിക്കാരൻ്റെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നതാണെന്ന്. അപ്പോൾ നമുക്ക് അതേപോലെ ലക്ഷ്മി എന്ത് ചെയ്തു, ഇത് റിയാക്ഷൻ തുടങ്ങി. കാരണം ചെറിയ വീഡിയോ ഇട്ട് പോകണം. ഇത് എന്തായാലും ഈ സ്കാം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി നമ്മൾ ലീഗലി പോയാൽ ചിലപ്പോൾ 5-10 വർഷങ്ങളെടുക്കും. ഇനി ഒരാളുടെ പൈസ ഈ കേരളത്തിൽ ഈ സ്കാം വഴി, ഈ സ്കാം എന്ന് പറയുന്നത് എന്താ, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ചില ആൾക്കാരൊക്കെ വരുന്നത് ഇതേമാതിരി ഒരു ഡേ 2 ദിവസം പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ബിഗ് ബോസും പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ഒത്തിരി ആളുകളുടെ അടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ ഇനി വരാനിരിക്കുന്നുണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് ലീഗലി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഫുൾ ഈ പുള്ളിക്കാരൻ്റെ ഇന്നലെ വീഡിയോയിൽ പറയുന്ന മാരകമായിട്ടുള്ള ത്രട്ടും കാര്യങ്ങളും ഹണി ട്രാപ്പും ഒക്കെ വന്ന് നമ്മളെ ചിത്രീകരിച്ചിരിക്കുന്ന രീതി ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എൻ്റെ ബിസിനസ്സും അങ്ങനെ പോകുന്നു. ലക്ഷ്മീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നാളെ ഒരു ബ്രാൻഡിലെത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ രീതിയിൽ ത്രട്ട് നടത്തി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലായിരിക്കും. ഇപ്പോൾ ബ്രോ ഒരാളെ കാണുമ്പോൾ ഒക്കെ ത്രട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ്, ആ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയുടെ ഭാവിനെ ബാധിക്കുന്നതായിരിക്കും. അപ്പം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ സ്കാമർ ഇനി ഇവിടെ സ്കാം നടത്താൻ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ലീഗലിൽ തന്നെയാണ് പോകുന്നത്. നിലവിൽ ഇതിലുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അവമാനിച്ചതോ ഭീഷണിപ്പെടുത്തി ഇതിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മിയുടെ എന്നെ മോശമായിട്ട് പറഞ്ഞതിൻ്റെ അതിനുശേഷം ഞാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയും ആളതിന് അപ്പിയർ ചെയ്തിട്ടൊന്നുമില്ല. ഡേറ്റ് മദർ മരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ നീട്ടിക്കൊണ്ടുപോയിരുന്നു. പക്ഷേ എന്നെ ഉപയോഗിച്ച ഭാഷ ഒരു രീതിയിലും ഒരു സാമൂഹ്യ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യനായിട്ട് ആയിക്കോട്ടെ, ഒരു ഡോക്ടറായിട്ട് ആയിക്കോട്ടെ, ഒരു മാന്യതയില്ലാത്ത വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ലീഗലി ഉള്ള സാമ്പത്തിക തട്ടിപ്പിൽ പിന്നെ അയ്യോ ഇതെല്ലാം എവിഡൻസ് ഉള്ള സാധനമാണ്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എവിഡൻസ്. ഒന്ന്, ഈ കഴിഞ്ഞ മാസം 26-ാം തീയതി വരെ പണം തരാനുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഞങ്ങൾ ഓരോ
തവണ നമ്മൾ ഇദ്ദേഹം പറയുന്ന ഭീഷണി എന്നാണ്. ഞാൻ ഈ ഒരു വർഷത്തെ എൻ്ററായിട്ടുള്ള ഞങ്ങളെ ഫോണ് സംഭാഷണം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോണിലില്ല, വെറുതെ ഇങ്ങനെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മീഡിയയിലേക്ക് വരില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ വരേണ്ട സിറ്റുവേഷൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്കത് ആ സമൂഹ മാധ്യമങ്ങളിൽ നാളെ ഞാനും അറിയപ്പെടുന്നത് ഇതേമാതിരി പറ്റിക്കുന്ന ആൾ. പിന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ ലാസ്റ്റത്തെ നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ ഫാമിലീനെ എക്സ്ട്രീം ലെവൽ അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകൾ, അതാണ് തെറി വാക്കുകൾ. എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറയും? കാരണം അതിലും എൻ്റെ മാതാപിതാക്കളെ എക്സ്ട്രീംലി ഇവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, രൂക്ഷമായിട്ടുള്ള തെറി മെസ്സേജിൽ നമ്മളെ പ്രതിത്വത്തിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വളരെ അപഹാസ്യമായിട്ടുള്ള ഇവൻ നേതാവാണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാർട്ടി, ഇങ്ങനത്തെ ഒരു വ്യക്തിനെ എങ്ങനെ ആ വോയിസ് കേട്ടിട്ട് പോലും ഞാൻ വിചാരിച്ചു BJP-ക്കാർ ആരും പ്രതികരിക്കാത്ത എന്ത്, അങ്ങനെ വരെ തോന്നിപ്പോയി. ഞാൻ ഇതുവരെ ഞാൻ റിയാക്ട് ചെയ്തില്ല. കാരണം ഇന്നലത്തെ പ്രസ് മീറ്റ് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഓൺലൈൻ മീഡിയ നിങ്ങൾക്കറിയാം, മെയിൻ സ്ട്രീം മീഡിയ ഒരു 60 പേരുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയ ഇന്ന് 350ഓളം പേരുണ്ട്. ഈ 350 പേരും ഇവൻ്റെ ഫോട്ടോ വെച്ച് അവരുടെ കോണ്ടൻറ്റാണത്. അവരിടുന്ന രീതി എന്താണ്, ലക്ഷ്മിക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടോ, ആരാണ് ഈ അബിലത്തെ, നമുക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. നമുക്ക് നമ്മൾ ലോകത്തോട് പറയുക എന്നുള്ളതാണ്. ആകെ നമുക്ക് ഇവന് ഇല്ലാത്തൊരു കാര്യം നമ്മുടെ കയ്യിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഡിജിറ്റൽ തെളിവുകൾ, പണം കൊടുത്തത് എല്ലാം, അക്കൗണ്ടബിലിറ്റി എല്ലാം ട്രാൻസ്പെറൻറ്റ്. 1.5 വർഷത്തെ എൻറ്റയർ പ്രോസസ്സ് നമ്മൾ കാണിക്കാൻ തയ്യാറാണ്. അവന് എന്തെങ്കിലും ഒന്ന് അവനോട് കാണിക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ അവനില്ല. കാരണം ഈ ഡിസംബർ മാസത്തിന് ശേഷം അവൻ എവിടെയാണ് എനിക്ക് ഫണ്ട് തന്നു? അവനിങ്ങനെ ഓരോ തവണ അവൻ്റെ ബൊട്ടീക്കിൽ വെച്ച് അവൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഭീഷണിപ്പെടുത്തിയാണ്. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി, ഇതിപ്പോൾ എനിക്ക് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇവനെന്താ വട്ടാണെന്ന്. മദറിൻ്റെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്ത് ഈ 5 ലക്ഷം വന്നപ്പോൾ വീണ്ടും എൻ്റെ ട്രസ്റ്റ് അവൻ ബിൽഡ് ചെയ്തു. കാരണം ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരിതുണ്ട്. ബ്രദർ, അവൻ തന്നെ പറയുന്നുണ്ട് ബ്രദർ അവർ ബ്രദറിൽ ഇരുന്നുമ്പോൾ അമ്മയ്ക്ക് വയ്യാതെ ഇരുന്ന സമയത്ത് എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയത്. അപ്പോൾ എനിക്ക് ആ പെയിൻ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് പോലും വീണ്ടും ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ എൻറ്റയർ കഴിഞ്ഞ 4 മാസത്തെ ചാറ്റും ഞാൻ ഇന്ന് പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ ഓരോ തവണയും ഇവൻ എങ്ങനെയാണ് ഒരു സ്കാമർ നമ്മളിരുന്ന് ബഗ് ചെയ്യുന്നതെന്നും, എങ്ങനെയാണ് ഇവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നും, എങ്ങനെയാണ് ഒരാളെ കൺവിൻസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ രേഖ. പക്ഷേ എൻ്റെ അക്കൗണ്ട് നല്ല കൊടുത്തത്, എൻ്റെ സിസ്റ്റർ അക്കൗണ്ടിലാണ് കൊടുത്തത്. അത് അവൻ തിരിച്ചു കൊടുക്കും ചെയ്തു കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി 40 ലക്ഷത്തോളം രൂപ അവൻ തരാനുണ്ട്. ഇതിലിപ്പോൾ ഈ മീഡിയനോട് പറയാനുള്ളത്, അല്ല ജനങ്ങളോട് പറയാനുള്ളത്, ഇനി ഇവൻ്റെ സ്കാം എന്ന് പറയുന്നതിൽ ഇവിടെ ഇനി ഒരാൾ വഞ്ചിക്കപ്പെടരുത്, നമ്പർ 1. രണ്ടാമത് ലീഗലി ആണെങ്കിലും നമ്മളത് മേടിച്ചെടുക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഇനി മൂന്നാമത് റോബിൻ്റെ അടുത്ത് പറയാനുള്ളത് പൈസ തന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതിനകത്ത് പൈസ തന്ന് മാന്യമായിട്ട് സെറ്റിൽ ചെയ്യാന്നുള്ളൊരു കാര്യത്തെ അപേക്ഷിച്ച് ആൾ ചെയ്യുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് വളരെ മോശമായിട്ട് വേറൊരു രീതി ചിത്രീകരിച്ച് ഇപ്പോൾ ആൾക്ക് തിരിച്ചു തരാനുള്ള ടൈം വിൻഡോ ആണ് വേണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ഇത് വളച്ചൊടിച്ച് ഇത്രയും പ്രശ്നങ്ങളാക്കി തീർത്തത് ആളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും. അങ്ങനത്തെ അവസ്ഥകൾ മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്, അതൊക്കെ മനസ്സിലാക്കാം. അത് ക്രിമിനൽ ബുദ്ധിയോടെ, ഇത് ഹാബിച്വൽ അബ്യൂസ് ആണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതേ റൂട്ടിൽ പൈസ കൊടുക്കാനുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ബിസിനസ്സുകാരുൾപ്പെടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരുൾപ്പെടെ ഒത്തിരി പേരെത്തി സിമിലർ കാര്യം തന്നെ ചെയ്തിട്ട് കോടികളുടെ, നമുക്കൊക്കെ ലക്ഷങ്ങളുടെയൊക്കെ ആയിരിക്കും ഒരു ലോണോ കാര്യങ്ങളോ ഉള്ളത്, പക്ഷേ ആൾക്ക് കോടികളുടെ ബാധ്യത ഇതുകൊണ്ട് ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ഇതേ രീതി പിന്തുടർന്നുകൊണ്ട് ഈ സ്കാം കൊണ്ട് തന്നെ ആക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു ഷാലു പേയാട് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അദ്ദേഹം എനിക്കൊന്ന് 5K ഫോട്ടോഗ്രാഫ് മെമ്പറൊക്കെയാണ്, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവർ തമ്മിൽ ഇതേമാതിരി തന്നെ ഒരു സാമ്പത്തിക ഇടപാടും അല്ലെങ്കിൽ പേഴ്സണൽ ഫൈറ്റും അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷം മുമ്പ് വരെ വളരെ സജീവമായിട്ടുണ്ട്. ഷാലു പേയുടെ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും വരുന്നു, റോബിൻ്റെ ഓരോ സ്കാമുകൾ പറയുന്നു, എല്ലാം പറയുന്നു. ഒരു സുപ്രഭാതത്തിൽ ഷാലു പേയാട് അത്രയും ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കൂടിയ ആൾ ഒരു ദിവസം രാവിലെ വന്നിട്ട് റോബിൻ എന്നോട് ക്ഷമിക്കണം, ഞാനെല്ലാം ചെയ്ത് തെറ്റാണ്, ഞാൻ എൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ നിന്നോടും നിൻ്റെ ഫാമിലിയോടും ചെയ്ത മാപ്പാണെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് പറഞ്ഞ് ആ വ്യക്തി വാനിഷായി പോവുകയാണ്. പക്ഷേ ഷാലുവിനെ ഞാൻ വിളിച്ച് എനിക്ക് പറ്റിയൊരു അബദ്ധം പറ്റി അന്വേഷിച്ച് നോക്കിയ സമയത്ത് ക്ലീനായിട്ട് ഇവിടെ ഒരു സ്കാം അവൻ അവിടെ നടത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് എ വേർഡ് ഹണി ട്രാപ്പ്. അത് ഷാലുവിന് പറ്റിയ ഹണി ട്രാപ്പ്. ഷാലു പറഞ്ഞ അബിലെ ഞാൻ കമ്മീഷണർ എടുത്ത് എന്നെ എത്തിച്ചു കഴിഞ്ഞിട്ട് എന്നെ ഒരു ഹണി ട്രാപ്പിലൊരു കംപ്ലയിൻറ്റ്, എനിക്ക് ആ വ്യക്തിനെ ഞാൻ അവിടെ പറയുന്നില്ല, ആ വ്യക്തിനെ കൊണ്ട് കംപ്ലയിൻറ്റ്, ഞാൻ പേടിച്ച് പോയി. എനിക്ക് 2 കുട്ടികളുള്ളതാണ്, ഞാൻ അതുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കാമെന്ന്. കാരണം ഞാൻ അന്ന് ആ രാത്രി അവിടെ ഉണ്ടായിപ്പോയി, നാളെ അത് കംപ്ലയിൻറ്റ് വന്നാൽ ഞാൻ പെട്ടുപോകുമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അത് ആൾക്കും പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവൻ എന്നോട് പറയുന്നതിലും ഉണ്ട്. അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയുന്ന ഒരു വോയിസിൽ എൻ്റെ കയ്യിലുണ്ട്. അത് എന്നോട് അന്ന് ബ്രോ അതായത് അതെല്ലാം എൻ്റെ അച്ഛൻ കാരണമാണ്, അച്ഛൻ്റെ ആ ധാർഷ്ട്യത്തിൽ ഉണ്ടായി പോയതാണ് എന്ന് പറയുന്ന ഒരു സംഭവം
ഉണ്ട്. പിന്നെ അതിൽ പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല, ആ കാര്യം അങ്ങനെയൊന്നും ഇല്ല എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ പിന്നെ ഷാലുമായിട്ടൊക്കെ കണക്റ്റഡായി. അപ്പോൾ അതൊരു ഈ സ്കാമറെ തിരിച്ചറിയാനുള്ളതാണ്. ഞാൻ അതാ പറഞ്ഞത്, അഖിൽ മാരാർ ഇവിടുന്ന് ഇൻഡസ്ട്രിയിലുള്ള ഒരുവിധ ബ്ലോഗേഴ്സിൻ്റെ അടുത്ത് ഇനി ചോദിക്കാൻ പറ്റും, പണം ആവശ്യമുണ്ടെങ്കിൽ കടം ചോദിക്കുന്നതല്ല, ഇത് ചോദിച്ചതിനൊരു സ്കാം ആയിട്ട് പുള്ളിക്കാരൻ ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇനി ഒരാളുടെ പണം നഷ്ടപ്പെടരുത്, ഒരിക്കലും പറ്റരുത്. ഇങ്ങനത്തെ ഒരു രീതി റോബിൻ നിർത്തി. കാരണം ഭയങ്കര നല്ലൊരു കോണ്ടന്റ് മേക്കറാണ്, നല്ലൊരു ഡോക്ടറാണ്, എല്ലാമാണ്. അദ്ദേഹം നേരായ മാർഗ്ഗത്തിൽ വരിക എന്നുള്ളതും ഇനി ഒരാളെ പറ്റിക്കുന്ന രീതി, അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്ന് മീഡിയയിലേക്ക് ഇനി നമ്മുടെ നിരപരാധിത്വം ക്ലിയർ ചെയ്ത് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്.